Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good Good afternoon. afternoon, Miss. Good afternoon. Good Good afternoon, ma'am. afternoon. സുഖാണ് എല്ലാവർക്കും. സുഖാണ്. Yes, Miss. ആദ്യമായിട്ടല്ലേ കാണുന്നത്? അതെ എന്റെ ക്ലാസ് ആദ്യമായിട്ടല്ലേ? അതെ മാം. അതെ. ഇതിന്റെ ക്ലാസ് എങ്ങനെയുണ്ട്? കഴിഞ്ഞ ആഴ്ചയല്ലേ സ്റ്റാർട്ട് ചെയ്തത്? എങ്ങനെയുണ്ട്? അതെ, മിസ്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. എല്ലാ ക്ലാസ്സും നല്ലതാ. Okay. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖായിട്ടിരിക്കുന്നു. ഇതാണല്ലേ. ഓക്കെ. എന്റെ പേര് മിൽട്രോസ്. ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് മിൽട്രോസ്. വീട് മൂത്തുകുന്നം. അറിയോ മൂത്തുകുന്നം? ഇവിടെ ഓഫീസിന്റെ അടുത്താണ് കേട്ടോ വീട്. വീട്ടില് Name ഡാഡിയും ഒന്നുകൂടി പറയൂ, മമ്മിയും മിസ്സേ. Name ക്ലിയർ ആവുന്നില്ല മിസ്. ക്ലിയർ ആവില്ലേ? ക്ലിയർ ആവുന്നില്ല? കേൾക്കുന്നില്ലേ പറയുന്നത്? കേൾക്കാം, പേര് പറഞ്ഞത് മനസ്സിലായില്ല. ആ, പേര് പറയുമ്പോ ഒത്തിരി ഡൗട്ട് വരും. ഒത്തിരി വലിയ പേരാണ്. മിസ്സിന്റെ പേര് മിൽട്രോസ്. കേട്ടോ? Clear ആയോ? ഓക്കെ ഓക്കെ. ഓക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽമിസ് എന്ന് വിളിക്കാം. മില്ലു ട്ടോ. വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് വിളിക്കാം. ഓക്കെ. വീട് മൂത്തുകുന്നം. കേട്ടിട്ടുണ്ടോ മൂത്തുകുന്നം? ഇല്ല മിസ്. ഓക്കെ. എല്ലാവരുടെയും വീട് എവിടെയാ? നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഓക്കെ ഓക്കെ മിസ്. പറയുമ്പോ ഓരോരുത്തർ പറയാം കേട്ടോ. ബാക്കിയുള്ളവർ മ്യൂട്ട് ചെയ്ത് വെക്കാം. മിസ്സിന് നിങ്ങൾക്ക് ക്ലിയർ ആവും. പരിചയപ്പെട്ടോ എല്ലാവരും ഇവിടെ നമ്മുടെ ക്ലാസ്സില്? ആ, പരിചയപ്പെട്ടു. പരിചയപ്പെട്ടു, മിസ്. പരിചയപ്പെട്ടല്ലേ? ഓക്കെ. വീടൊക്കെ ഒന്ന് പറഞ്ഞോ. ആരാ പറയാ? സിയ പറയോ? ആ, പറയാം. പറഞ്ഞോ. എന്റെ പേര് ആയിഷത്തുൽ ബുഷ്ര. മോളുടെ പേരാണ് സിയ. ആ, സിയ മോളുടെ പേര്. ഓക്കെ. വീട് പാലക്കാട് പട്ടാമ്പി അടുത്താണ്. പള്ളിപ്പുറം എന്ന് പറയും. ഓ, പാലക്കാടാണല്ലേ? മോളെ അതെ. പഠിക്കുന്നുണ്ടോ? മോള് 3 കുട്ടികളാണ്. ഒരാൾ 5ാം ക്ലാസ്സില്, ഒരാള് 1st സ്റ്റാൻഡേർഡ്, പിന്നെ 3 വയസ്സുള്ള ഒരു കുട്ടിയാണ്. കുഞ്ഞിതുണ്ടല്ലേ? ഓക്കെ. ആ, ആരുടെ പേരാണ് സിയ? അജിത പറയാം, മിസ്. മൂത്ത മകളുടെ പേരാണ്. ആ, ഞാൻ SSLC വരെ ആരാ പഠിച്ചു. പറയാ? പറഞ്ഞോളൂ. പറഞ്ഞോ. എന്റെ പേര് ഷഹാന. ഷഹാന. എന്റെ പേര് ഷഹാന. വീട് പാലക്കാട് ജില്ലയില് പട്ടാമ്പി അടുത്ത് തന്നെയാണ് വീട്. എനിക്ക് മൂന്ന് മക്കളുണ്ട്. മൂത്താള് 3ാം ക്ലാസ് പഠിക്കണു. രണ്ടാമത്തെ ആള് അംഗൻവാടിയില്. ചെറിയ ആള് 2 വയസ്സ്. 2 വയസ്സ്. ഓക്കെ. ഹലോ മാം, എൻ്റെ പേര് ജംഷീന. ഞാന് പാലക്കാട് കോങ്ങാട് എന്ന സ്ഥലത്താണ്. എനിക്ക് 2 കുട്ടികളാണ്. ഒരാള് പ്രീ പ്രൈമറി, ഒരാൾക്ക് 2 വയസ്സാവുന്നു. 2 വയസ്സാവുന്നുള്ളൂ. ആണല്ലേ എല്ലാവർക്കും ഉള്ളത്? എല്ലാവരും വീട് പാലക്കാടാണോ? എല്ലാവരും പറഞ്ഞത് പാലക്കാടാണോ? ഞാൻ പാലക്കാടാ. കണ്ണൂരുണ്ട്, മിസ്. കേട്ടോ. ഒരാള് പറയും. ഉണ്ണിമേരി. പറയാം, മിസ്. അജിത. ഉണ്ണിമേരി പറയോ? എന്റെ പേര് ഉണ്ണിമേരി. ഞാൻ ഇടുക്കി ഡിസ്ട്രിക്റ്റില് മറയൂർ എന്ന പഞ്ചായത്തിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് 2 പിള്ളേര്. ഒരാള് അംഗനവാടി പഠിക്കുന്നു, ഒരാൾക്ക് 1.5 വയസ്സാകുന്നുള്ളൂ. പിന്നെ ഞാന് BCom കഴിഞ്ഞു, NTTC എടുത്തിട്ടുണ്ട്. അങ്ങനെ പോകുന്നു. ഹസ്ബൻഡ് ഡ്രൈവറാണ്. ഇനി ആരാ? നൂറ പറയോ? എന്റെ പേര് നൂറ. ഞാന് പുതിയതാണ് കേട്ടോ, ഒന്ന് ചേർന്നതാണ്, ജോയിൻ ചെയ്തതാണ്. എടപ്പാൾ അടുത്താണ്, പാലക്കാട്. പാലക്കാട് ജില്ലയില്. വീട്ടിലാരൊക്കെയുണ്ട്? മൂത്താള് ഡിഗ്രി ആയി, ഡിഗ്രി കംപ്ലീറ്റ് ആയി അവന്റെ. രണ്ടാമത്തെ ആള് 6th-ലാണ്. മൂന്നാമത്തെ ആള് 4ലാണ്.
അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ ക്ലാസ്സിലൊക്കെ പരിചയപ്പെടാം. സൗമ്യ സൗമ്യയും കൂടി പറഞ്ഞിട്ട് നമുക്ക് സൗമ്യ, ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. ബികോം കഴിഞ്ഞാണ്. ഞാൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഒരു മോനുണ്ട്, 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഓക്കെ. ഓക്കെ. ആർക്കെങ്കിലും പറയണമെന്നുണ്ടോ? എന്റെ പേര് തസ്ലീന. ആ. കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിയിലാണ് വീട്. തസ്ലീനാണോ? തസ്ലീന. തസ്ലീന. ഓക്കെ. ഞാൻ ഇപ്പോ +2 എഴുതി പാസ്സായതാണ് കഴിഞ്ഞ വർഷം. പിന്നെ 2 കുട്ടികളുണ്ട്. മൂത്ത മോള് +1, രണ്ടാമത്തെ മോന് 6th-ലാണ്. ഇതെവിടെയാണ്? വീട് അഞ്ജുനാണ്. അഞ്ജു പറഞ്ഞോളൂ. ഞാൻ എറണാകുളം ചേരാനല്ലൂരാണ് എന്റെ വീട്. വരാപ്പുഴ. എറണാകുളം. ഓക്കെ ഓക്കെ. ഞാനിപ്പോ 10 എഴുതി പാസ്സായിട്ടുള്ളൂ. ഞാൻ +1-ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് 2 മക്കളാണ്. മോള് PG കഴിഞ്ഞ് വർക്ക് ചെയ്യണ്. മോൻ ഡിഗ്രി 2nd ഇയർ. ഓക്കെ. നമുക്കപ്പോ പ്രയർ പാടിയിട്ടില്ലേ എന്ന് മറന്നുപോയി. എന്റെ പേര് അങ്കിത. ഞാൻ ബാംഗ്ലൂർന്ന്. എനക്ക് 2 കുട്ടി. മൂത്തോള് 1st സ്റ്റാൻഡേർഡ്, ചെറുത് 2 മാസമായതേ ഉള്ളൂ. എന്റെ ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. BCA ചെയ്തിട്ടുണ്ട്. എന്റെ പേര് സജിന. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. എനിക്ക് 3 മക്കളുണ്ട്. എൻ്റെ മോൻ +1-ന് പഠിക്കണ്, മോള് 9ാം ക്ലാസ്സിൽ പഠിക്കണ്, ഇളയാള് 4ാം ക്ലാസ്സിൽ പഠിക്കണ്. എന്റെ പേര് നിഷ. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്താണ്. നിഷ മയ്യൂഖാന്നിലാണ് എന്റെ മകളുടെ പേരാണത്. 2 കുട്ടികളുണ്ട്. ഒരു കുട്ടി 8ാം ക്ലാസ്സിലും ഒരു കുട്ടി 4ാം ക്ലാസ്സിലും. എന്റെ പേര് അജിത മിസ്. ഞാൻ ഇന്നാണ് മിസ് ജോയിൻ എന്റെ ചെയ്തത്. പേര് അജിത. അജിത. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. 2 കുട്ടികളുണ്ട്. 2 പെൺകുട്ടികളാണ്. ഒരാള് 2-ലും ഒരാൾക്ക് 2 വയസ്സാകുന്നു. ചേട്ടായിയുണ്ട്. പിന്നെ മിസ് ഇപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാനും അങ്കിതയുമാണ് ഇപ്പോൾ കോർഡിനേറ്റർ ആയിരിക്കുന്നത്. അതും കൂടെ ഒന്ന് പറയുവാണ് മിസ്. 1 മന്തിലേക്ക് ഞങ്ങൾ 2 പേരുമാണ്. അങ്കിതയും അഞ്ജിതയല്ലേ? അജിതയും അങ്കിതയും. അഞ്ജിത, സോറി. പേരൊക്കെ പഠിക്കുന്നുള്ളൂ. ക്ലാസ് ആണ് നമ്മുടെ. ഓക്കെ. ഇനി അടുത്ത ക്ലാസ് ഒരു പേരൊക്കെ പഠിച്ചു തുടങ്ങാം. ആരെങ്കിലും പ്രയർ പാടുന്നത്? എന്റെ പേര് ഷമ്മി, കോതമംഗലം. ഹൗസ് വൈഫാണ്. ഇന്നാരാ പ്രയർ പാടുന്നത്? മാഡം, പ്രയറിന് മുന്നേ സൈൻ ഇൻ ഉണ്ട്, അത് ചെയ്തോട്ടെ. പ്രിപ്പയർ ആയിരിക്കുക. ആതിരയാണോ ചെയ്യാം? കൊല്ലത്താ വീട്. വീട്ടില് ഹസ്ബൻഡ് ഗൾഫിലെ, അമ്മയുണ്ട്, അനിയനുണ്ട്, പിന്നെ 3 വയസ്സായ ഒരു കൊച്ചുണ്ട്. Good afternoon, ma'am and friends. I am Adira. I am happy to be here today and excited to learn and grow together. I am looking forward to an engaging session. Sorry, 1 minute. And I appreciate your guidance and support, teacher. Let's make the most of our time together and have a great class. Let's begin our class with prayer, thought, and action song. Welcome Abina for prayer, action song for Adira, and thought for Agila. Thank you. പ്രയർ ആരാ പാടുന്നത്? നെക്സ്റ്റ് പ്രയർ അല്ലേ? അബിന അല്ലേ? എന്റെ വീട് ഇടുക്കിയിലാണ്. എനിക്ക് 3 കുട്ടികള്. മൂത്തയാള് 3ാം ക്ലാസ്സിൽ പഠിക്കണു. രണ്ടാമത്തെ ആള് 1ാം ക്ലാസ്സിൽ. ഇളയ 2 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്.
In the name of God, most gracious, most merciful, praise be to God, Lord of the world, the beneficent, the merciful, honor of the day of judgment, honor of the day of judgment, they alone we worship, than help we seek, lead us to the straight path, honor of the day of judgment, honor of the day of judgment. Thank you. ഇനി ഏതാ? ഇനി എന്താ ചെയ്യുന്നത് നിങ്ങള്? പ്രേയർ മാത്രമല്ലേ ഉള്ളൂ? ആക്ഷൻ സോങ് ഉണ്ട് മാം. ആക്ഷൻ സോങ് ഉണ്ട്. ഓക്കെ, ചെയ്തോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ആതിര എം. ഓക്കെ, എവിടെയാണ് വീട്? എന്റെ വീട് കാസർഗോഡാണ് മാം. കാസർഗോഡ് ബന്തെടുക്കുകയാണ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അമ്മയുണ്ട്, പിന്നെ 2 കുട്ടികളുണ്ട്. മോൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോള് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹസ്ബൻഡ് ഗൾഫിലാണ്. Clap your hands, clap your hands, listen to the music and clap your hands. Stamp your feet, stamp your feet, listen to the music and stamp your feet. Turn around, turn around, listen to the music and turn around. Jump up high, jump up high, listen to the music and jump up high. Thank you, ma'am. Okay. പിന്നെ ഹായ് മാം, നെക്സ്റ്റ് വരുന്ന തോട്ടാണ്. നെക്സ്റ്റ് തോട്ടാണ് അല്ലേ? ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഫസ്റ്റ് ഇൻട്രോസ് മൈ സെൽഫ്. എൻ്റെ പേര് അഖില എന്നാണ്. എല്ലാവർക്കും പക്കാവട ഉയർ എന്നായിരിക്കും കാണപ്പെടുന്നത്. മൈ നെയിം ഈസ് അഖില. ഞാനൊരു ഫാഷൻ ഡിസൈനറാണ്, വർക്ക് ചെയ്യാണ്. വീട്ടിൽ അച്ഛൻ അമ്മയുണ്ട്. ചേച്ചി ചേട്ടനൊക്കെ അവർ മാരേജ് ചെയ്ത് പോയതാണ്. ഇനിയിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ തോട്ട് പറയാം. If you fail, never give up, because fail means first attempt in learning. അതായത് നിങ്ങൾ പരാജയപ്പെട്ടാൽ ഒരിക്കലും ഉപേക്ഷിക്കരുത്, കാരണം ഫെയിൽ എന്നാൽ പഠനത്തിന്റെ ആദ്യത്തെ ചവിട്ടുപടിയാണ്. ഇത് നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞൊരു വാക്കാണ്. ഓക്കെ, താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, എല്ലാം കഴിഞ്ഞില്ലേ? ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോ നമുക്ക് ഓക്കെ മാം. തൈപ്പൂയൊക്കെ അല്ലേ? എല്ലാരും അമ്പലത്തിലൊക്കെ പോയോ? പോയി. എന്ത് മാം? തൈപ്പൂയം ഇല്ല. ഇല്ല. എന്തുപറ്റി പോവാനത്? മാം, ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് കയറിയത്. മാമിനെ ഒന്ന് പറയാമോ? മിൽഡ്രോസ് എന്നാണോ പേര്? എന്റെ പേര് മിൽഡ്രോസ്. വീട് മൂത്തുകുന്ന്. വീട്ടില് ഡാഡിയും മമ്മിയും ഹസ്ബൻഡും ഒരു മോളും ഉണ്ട്. 5 വയസ്സായ കുട്ടി. ഓക്കെ. ഓക്കെ. പിന്നെ അപ്പൊ ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ പാർട്ട് 1 യൂണിറ്റ് 3 ആണ്. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. PDF ഗൈഡ് ഉണ്ടോ എല്ലാവരുടെയും? കേട്ടില്ല മാം. ഇല്ല മാം. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കമ്പൽസറി അല്ലേ? വാങ്ങിച്ചിട്ടുണ്ടോ? കിട്ടിയില്ല മാം, കിട്ടിയില്ല. കിട്ടി മാം. ചില ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? കിട്ടിയിട്ടുണ്ട്. പോർഷൻ മിസ് ആയിട്ടുണ്ട്. യൂണിറ്റ് 3 തന്നെ ഇല്ല. കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് എന്തും മറുപടി അയക്കാന്നും പറഞ്ഞിട്ടുണ്ട്, ബട്ട് എന്തും വേറെ എന്തും പറഞ്ഞിട്ടില്ല. ഇതിപ്പോ യൂണിറ്റ് നിയമ ഇന്ന് എടുക്കുന്നതുകൊണ്ട് യൂണിറ്റ് 3 നോക്കുമ്പോ യൂണിറ്റ് 3 ചാപ്റ്ററേ ഇല്ല. ചാപ്റ്റർ ഇല്ല.
ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഉണ്ടോ നോക്കി. ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. ഇല്ല ഇല്ല, ഇനി 5th യൂണിറ്റ് കാണിക്കുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കില്. എടുക്കാൻ പോകുന്നത് ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. നമുക്കറിയാം അല്ലെ എന്താണ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആഹാരം, പറഞ്ഞോ. ഭക്ഷണം, ആഹാരം, ഭക്ഷണം, എനർജി തരുന്ന സാധനം. ഓക്കെ, വെരി ഗുഡ്. എനർജി തരുന്നതാണ് അല്ലെ ഫുഡ്. പിന്നെ എന്തായിരിക്കും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ലഭിക്കും? ആരോഗ്യം, അതേപോലെ ഹെൽത്തി ആയിട്ടിരിക്കാൻ. എല്ലാവർക്കും പറയാം. ഇതിലെന്താണ്, ഞാനൊരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്, സഹായി മാത്രമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം. ഓക്കെ, മനസ്സിലായോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ കമന്റുകള് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം. നിങ്ങൾക്ക് പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല നമ്മുടെ മോണ്ടിസോറി ക്ലാസ്സിൽ. ഓക്കെ, നാണക്കേടോ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നോർത്ത് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം, നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് പറയാം. നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ മോണ്ടിസോറി ക്ലാസ് എന്ന് പറഞ്ഞാല്. ഓക്കെ ആണോ? അതൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ നിങ്ങൾക്ക്? ജോയിൻ ചെയ്ത ആളുകൾക്ക് ചിലപ്പോ അത് കേട്ടിട്ടുണ്ടാവില്ല അവിടെ. ഓക്കെ, എല്ലാവരും മിസ് ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ പറയാം. ഇനി ആൻസർ പറയുമ്പോ ആ ആൻസർ പറയുന്ന ആള് മാത്രം മൈക്ക് ഓൺ ആക്കാം, അല്ലെങ്കിൽ മിസ്സിനും നിങ്ങൾക്കും അത് മനസ്സിലാവില്ല. ക്ലിയർ ആയോ? എന്തും പറയാട്ടോ, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. മിസ് എന്ത് വിചാരിക്കും അല്ലെങ്കിൽ മിസ്സിന് നല്ല നോളജ് ഉണ്ട് അങ്ങനെ ആർക്കും ഇല്ല. നമ്മളെല്ലാവരും ഒന്നാണ്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായിരിക്കും ഫുഡ്? ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ബ്രെയിൻ ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ? ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള പ്രധാന ഉപാധിയാണ് ഭക്ഷണം. എനർജി ലഭിക്കും. എന്താണ് എനർജി കിട്ടുന്നത്? പറഞ്ഞോ. ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള പ്രധാന ഉപാധിയാണ് ഭക്ഷണം. പ്രധാന ഘടകമാണല്ലേ ഭക്ഷണം എന്ന് പറയുന്നത്. നമ്മൾ ഒരു ദിവസം ഫുഡ് കഴിച്ചില്ലെങ്കിൽ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവരാരൊക്കെയുണ്ട്? മിസ്സേ, ഹലോ മിസ്സേ, ക്ലിയർ ആവണില്ല മിസ്സേ. ക്ലിയർ ആവുന്നില്ലേ? 1 മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ബുക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? 5 യൂണിറ്റ് വരെ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ ഒരാളുടെ കയ്യില്? 5 യൂണിറ്റ് എന്നല്ല, 5 യൂണിറ്റിന് ഇപ്പൊ 2nd യൂണിറ്റില് 1 പേജേ ഇല്ലൂ, നെക്സ്റ്റ് പേജ് ഇല്ല മിസ്. ഞാൻ ഒന്ന് കാണിക്കോ? ക്യാമറ ഓൺ ആക്കിയിട്ട് ഒന്ന് കാണിച്ചു തരുമോ? ഇത് 2nd യൂണിറ്റ് ഫുള്ള് ബ്ലാങ്ക് മാം. ക്ലിയർ ആവുന്നില്ല. ഓക്കെ ഓക്കെ, ഫുൾ ബ്ലാങ്ക്. ഇനി പിന്നെ ഇത് ഏത് യൂണിറ്റ് തുടങ്ങുന്നതെന്ന് അറിയുന്നില്ല. നെക്സ്റ്റ്
യൂണിറ്റിന്റെ പേര് എഴുതിയിട്ടില്ല അതിനകത്ത്. ഇല്ല, യൂണിറ്റ് ഇത് ഏത് യൂണിറ്റ് എന്ന് അറിയുന്നില്ല. ഇത് ബ്ലാങ്ക് തന്നെ ഫുള്ള്. നെക്സ്റ്റ് ചാപ്റ്റർ ആദ്യം ചാപ്റ്റർ പോർഷൻ തുടങ്ങുന്ന അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. ഒരു 4 പേജ് ഉണ്ടെന്നെങ്കിൽ പിന്നെ ആദ്യം ബ്ലാങ്ക് തന്നെ. ആദ്യം 4 പേജിന്റെ ആദ്യം ബ്ലാങ്ക്. ആദ്യം ഇത് ഏതോ ഒരു ചാപ്റ്റർ ആദ്യം തുടങ്ങുന്നത്. അത് കൺഫ്യൂഷൻ ആണ് ഏത് ചാപ്റ്റർ തുടങ്ങിയതെന്ന്. പിന്നെ അതന്നെ. പിന്നെ നെക്സ്റ്റ് ഇല്ലത് യൂണിറ്റ് 5. യൂണിറ്റ് 5ന്റെ യൂണിറ്റ് 5 എഴുതിയിട്ടുണ്ടല്ലേ അതിനകത്ത്? യൂണിറ്റ് 5 എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇങ്ങനെ ലാസ്റ്റ് വരെ ഉണ്ട്. കുറെ പേജ് ഉണ്ട്. കുറെ തന്നെ ഇല്ല. ഇത് യൂണിറ്റ് 5ന്റെ നെക്സ്റ്റ് യൂണിറ്റ് 8. യൂണിറ്റ് 8 ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. ഞാൻ പിന്നെ ഓഫീസിൽ പറയാം. ഇംഗ്ലീഷ് മോഡ്യൂളും അങ്ങനെ ആദ്യത്തെ 2-3 പേജ് ഫുള്ള് മിസ്പ്ലേസ് ആയിട്ടുണ്ട്. ഞാൻ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു അവർക്ക്. ഓക്കെ. ഞാൻ ഇന്ന് റെഡിയാക്കുന്നത് എപ്പോഴും കുറിയിട്ടിട്ട് മൂടി. ഓക്കെ, ഇപ്പൊ മിസ് പറയുന്നത് ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലേ? കേൾക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു വന്നത്? നമ്മള് ഓരോരുത്തരും എന്താണ് അമ്മമാരാണ് അല്ലെ? അമ്മമാരല്ലേ? ഭൂരിഭാഗവും നമ്മുടെ ക്ലാസ്സിലുള്ളത് എന്താണ്? അമ്മമാരാണ്. കുഞ്ഞു കുഞ്ഞു കുട്ടികളുള്ള ആളുകളാണ് അല്ലെ? അപ്പൊ നമുക്കറിയാം എന്താണ് അവർക്ക് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാല് എന്തായിരിക്കും? ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്തായിരിക്കും അവർക്ക് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഫുഡ്? അനീഷ ഒന്ന് പറഞ്ഞേ. പിന്നെ എന്താണ് താങ്കളുടെ കുട്ടിക്ക് കൊടുത്ത ബെസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത്? രാവിലെ എഗ്ഗാണ് കൊടുത്തത്. എഗ്ഗും ബനാന ഫ്രൈ ചെയ്ത് കൊടുത്തു. എഗ്ഗ് ബനാന. ഓക്കെ. പിന്നെ സ്കൂളിലേക്ക് എത്ര വയസ്സായ മോൾക്ക്? മോളാണോ മോനാണോ? മോളാണ്. 5 വയസ്സ്. 5 വയസ്സ്. ഓക്കെ. സ്കൂളിൽ പോയില്ലേ അപ്പൊ? സ്കൂളിൽ പോയി. ഒട്ടും ഇഷ്ടമല്ല, എഗ് കഴിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. നിർബന്ധിച്ച് വഴക്കം കൊടുക്കും. ഓക്കെ. അതിപ്പോ ഇടക്ക് പുഴുങ്ങി കൊടുക്കാം, ഇടക്ക് എന്താ ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം നമുക്ക്. അല്ലെങ്കിൽ ബ്രെഡിൽ മുക്കിയൊക്കെ പൊരിച്ചു കൊടുക്കാം. അപ്പൊ വെറൈറ്റി ആവുമ്പോ കുട്ടികൾക്ക് തിന്നാനായിട്ട് ഹാപ്പി ആയിരിക്കും അവര്. ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം വെറൈറ്റി ആയിട്ട് അല്ലെ? ഇപ്പോഴത്തെ കുട്ടികൾ എന്താണ് പഴം പുഴുങ്ങിയത്, മുട്ട. ഓക്കെ. അപർണ. ഓക്കെ. അപ്പൊ വെറൈറ്റി ആയിട്ട് ആഹാരം കഴിക്കാനായിട്ട് താല്പര്യമുള്ളവരാണ് അല്ലെ നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത്? ആണോ? അങ്ങനെയാണോ? അതെ. ഓക്കെ. അല്ലെങ്കിൽ എന്താണ് പല പല ഡിസൈനിൽ എന്താണ് സ്മൈലി, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ എന്റെ മോൾക്ക് ദോശ ഉണ്ടാക്കും, പറയും മമ്മി ഇങ്ങനത്തെ ദോശ വേണ്ട, എനിക്ക് ഡക്ക് ദോശ മതി. ഡക്കിന്റെ രൂപത്തിലൊക്കെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പൊ ഓരോ വെറൈറ്റി ആണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം അല്ലെ? ഫുഡിലൊക്കെ എന്താണ് വെറൈറ്റി കളിക്കുന്നവരാണ് ഇപ്പോഴുള്ള മക്കൾ എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ഓരോ കുട്ടികൾക്കും അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കും ഫുഡ് കൊടുക്കുമ്പോ നമ്മൾ എന്താണ് നല്ല രീതിയിലുള്ള പ്രോട്ടീൻ ബേസ്ഡ് അതുപോലെ തന്നെ എനർജി കിട്ടുന്ന തരത്തിലുള്ള ഫുഡ് വേണം അവർക്ക് കൊടുക്കാനായിട്ട്. അവരുടെ ഉള്ളിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് ഏറ്റവും വെറൈറ്റി ആയിട്ട് ഓരോന്നും ചെയ്ത് കൊടുക്കുക. ഇനി ആരാ പറയാ? അഞ്ജു. ആരും പറയാനില്ലേ? മക്കൾക്ക് എന്തൊക്കെയാ കൊടുത്തേന്നുള്ളത് പറയ്, എന്തെങ്കിലൊക്കെ പറ. പുട്ടും കടല. പുട്ടും കടല. ഓക്കെ. പിന്നെ ആരാ? ദോശയും സാമ്പാറും. ദോശയും സാമ്പാറും. ഇടിയപ്പം. ആരെങ്കിലും കഴിക്കാൻ പോയ കുട്ടികളുണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോയവരുണ്ടോ? ഇല്ല. ആർക്കും അങ്ങനെ കഴിക്കാതെ സ്കൂളിലോട്ട് നമ്മൾ വിടാൻ പാടില്ല. എന്തെങ്കിലും എന്താണ് കഴിക്കാതെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ തന്നെയായാലും എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത ആള് പറഞ്ഞല്ലോ. ആരാ കഴിച്ചത്? അപർണയാണോ കഴിക്കാത്തത്? സിനോട് നേരത്തെ പറഞ്ഞത് കമന്റ് ഇട്ടുണ്ടായിരുന്നല്ലോ.
ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അയച്ചില്ല. പറഞ്ഞായിരുന്നോ? ആ എന്ത് പറ്റി കഴിക്കാന്? കഴിക്കാഞ്ഞത് അത് കഴിക്കാൻ ഞാൻ സമയം വൈകിയ കഴിക്കാറ്. അവളുള്ളത് കൊച്ചുള്ളതുകൊണ്ട് അവൾക്ക് ആദ്യം കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തു വരുമ്പോ ആ സമയാവും. മോൾക്കിപ്പോ എത്ര വയസ്സായി? 1.5 വയസ്സ്. 1.5 വയസ്സ്. ഓക്കെ. അപ്പൊ അവൾക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്ന ആളുകളല്ലേ, അപ്പൊ അവർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ കാലത്തൊക്കെ? ബ്രേക്ക്ഫാസ്റ്റ് ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ല നമ്മള്. നമ്മൾക്ക് ഒരു ദിവസത്തിൽ എനർജി കിട്ടുന്നത് എന്തിൽ നിന്നാണ്? കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടുത്തുള്ള ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നല്ലേ? ആ ഓക്കെ. അപ്പൊ അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക? നമ്മളെ ശരീരത്തിന് കൂടുതൽ ക്ഷീണം തോന്നും. ക്ഷീണം തോന്നും, ക്ഷീണം തോന്നും, ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്കൊരു ഇതുണ്ടാവില്ല, എനർജി ഉണ്ടാവില്ല അല്ലേ? ഇതൊക്കെയാണ്. അപ്പൊ കൂടുതൽ ഇപ്പൊ അപർണ എന്ന് പറയുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീഡ് ചെയ്യുന്നതാണ്. 1.5 വയസ്സായ മകളുള്ളതാണ് അല്ലെ? അതുകൊണ്ട് അവർക്ക് നല്ല എനർജി ആയിട്ടുള്ള ഫുഡ് കിട്ടാനായിട്ട് വീട്ടിൽ നിന്നാണല്ലോ ഫുഡ് കിട്ടുന്നത്. നല്ല രീതിയിലുള്ള പ്രോട്ടീൻ എല്ലാം നമ്മൾ കഴിച്ചാലല്ലേ, അമ്മ കഴിച്ചാലാണ് കുട്ടികൾക്ക് കിട്ടുള്ളൂ അല്ലെ? അപ്പൊ അപർണൊട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ. പിന്നെ ആരാ? സജ്ന എ. രാവിലെ പൂരിയും തക്കാളി കറിയായിരുന്നു. മക്കൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തിട്ട് അവർ ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. ഇനി ഈ ഫുഡ് നമ്മൾ കഴിക്കുന്നത് കൊണ്ടുള്ള, അല്ലെങ്കിൽ നല്ല ഏറ്റവും ബെസ്റ്റ് ഫുഡ് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്? ശരിയായ വളർച്ച, പിന്നെ ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി കൂടും അല്ലെ? ഏറ്റവും ഗുഡ് പോയിന്റ് ആണ്. ഓക്കെ. പിന്നെ ഏതാ? നമ്മളെപ്പോഴും ഹെൽത്തി ഫുഡ് കഴിക്കുമ്പോ നമ്മള് ഹെൽത്തി ആയിട്ടിരിക്കും. ഹെൽത്തി ആയിട്ടിരിക്കുന്നു. ഓക്കെ. പിന്നെ എനർജറ്റിക് ആവും. നല്ല ഉറക്കം കിട്ടും. നല്ല ഉറക്കം കിട്ടും, നമ്മുടെ ക്ഷീണമൊക്കെ മാറും അല്ലെ? ഓക്കെ. പിന്നെന്താ? പ്രോപ്പർ ഗ്രോത്ത് ഉണ്ടാവും, ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? വികസനം എന്താണ് പറഞ്ഞോ? ഉണ്ണിമേരി എന്താ പറഞ്ഞത്? ബുദ്ധിപരമായ വികസനം ഉണ്ടാകും. ബുദ്ധി വികസനം അല്ലെ? കുട്ടികളൊക്കെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് സ്കൂളിലൊക്കെ പോകുകയാണെങ്കിൽ എന്താണ്, അവർക്ക് ടീച്ചർമാരെ പറയുന്നതൊന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റില്ല. അതൊക്കെ എന്താണ്? വിശപ്പ്, തളർച്ച, ക്ഷീണമൊക്കെ തോന്നും. അപ്പൊ ടീച്ചർമാര് പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ഉള്ളിലേക്ക് അല്ലെ, അവരുടെ എന്താണ്, അവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ അമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കുട്ടികളെ സ്കൂളിലോട്ട് പറഞ്ഞു വിടുമ്പോ ഫുഡ് പഠിപ്പിച്ചിട്ട് വേണം, നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ട് വേണം വിടാനായിട്ട്. ഓക്കെ. പിന്നെ എന്തൊക്കെ ഗുണങ്ങളായിരിക്കാം? രാവിലത്തെ ഫുഡിലാണ് ബ്രെയിൻ വളർച്ച കൂടുതലുണ്ടാവുന്നത്. ഓക്കെ. ബ്രെയിൻ വളർച്ച ഉണ്ടാവും. പിന്നെ എന്തൊക്കെയാ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞോളൂ. കഴിഞ്ഞോ? പോയിന്റ്സ് പറഞ്ഞു കഴിഞ്ഞോ? അസുഖങ്ങൾ വരാതിരിക്കും, ഒരുപാട് രോഗങ്ങൾ വരാതിരിക്കും അല്ലെ? വൈറ്റമിൻസ് കിട്ടും. പിന്നെന്താ? ബോൺസുകളൊക്കെ വളരാൻ വേണ്ടിട്ട് സാധിക്കും. എന്താണ്? എല്ലുകളുടെ വളർച്ചയ്ക്കൊക്കെ എന്താണ് ഫുഡ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കഴിക്കുന്ന ഫുഡ് ഹെൽത്തി ആണെന്നും കൂടെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഫുഡ് കഴിച്ചിട്ട് എന്താണ് നമ്മൾ അൺഹെൽത്തി ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിലോട്ട് വരാണ്ട് പോയിന്റ്, നമുക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാലുള്ള രോഗങ്ങൾ. ബാലൻസ്ഡ് ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കണം നമ്മള്. ബാലൻസ്ഡ് ഫുഡ് കഴിക്കാനായിട്ട് മിസ് ഒന്ന് പറയട്ടെ, ക്രോഡീകരിച്ച് പറയട്ടെ. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗുണങ്ങളായിട്ട് പറയുന്നത്. എന്താണ്? രോഗപ്രതിരോധ ശക്തി കിട്ടുന്നുണ്ട് അല്ലെ നമുക്ക്. ഇപ്പോ എന്താണ് ഹൃദ്രോഗം, അതുപോലെ എന്താണ്
ക്യാൻസറുകള് അതുപോലെ പ്രമേഹങ്ങള് ഉണ്ടാകുന്നതൊക്കെ തടയാനായിട്ട് ഈ നല്ല രീതിയിലുള്ള ആഹാര ക്രമങ്ങള് സഹായിക്കുന്നുണ്ട്. നല്ല രീതിയിൽ നല്ല രീതിയിൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഫുഡ് നമ്മുടെ ശരീരത്തിന് മിസ്സേ ചെയ്യോ മിസ്സേ ഒരു വേറെ സൗണ്ട് ഇങ്ങനെ ഓൺ ആയി കിടക്കണോണ്ട് മിസ് പറയണത് ക്ലിയർ ആവാനുള്ള. ക്ലിയർ ആണില്ലല്ലേ? എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. മിസ് ഒന്ന് ക്രോഡീകരിച്ച് പറയാം. എന്താണ് നല്ല ആരോഗ്യമുള്ള അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഭക്ഷണക്രമം കഴിക്കുന്നതിലൂടെ അല്ലെങ്കിൽ നല്ല ബെസ്റ്റ് ഫുഡ് കഴിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ചാണ് മിസ് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? നമുക്ക് എന്താണ് പ്രതിരോധ ശക്തി അല്ലെ? നല്ല രോഗപ്രതിരോധം കിട്ടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ബോഡിയിലേക്ക് വരുന്ന രോഗങ്ങളെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പല ക്യാൻസറുകള് അതുപോലെ പ്രമേഹം അതുപോലെ എന്താണ് ഹൃദ്രോഗങ്ങൾ ഉണ്ടാകുന്നതൊക്കെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നല്ല രീതിയിലുള്ള ബെസ്റ്റ് ഫുഡ്, നല്ല രീതിയിൽ ആ ബെസ്റ്റ് ഫുഡായിട്ട് ഒരു ക്രമങ്ങളുണ്ട്. കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ എന്താണ്? കൂടുതൽ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മള് പണിയൊന്നും എടുക്കുന്നില്ല, വെറുതെ ഇരിക്കുക. ഇപ്പൊ ഞാനൊക്കെ എന്താണ് ഓൺലൈൻ ടീച്ചിങ് ആണല്ലേ നടത്തുന്നത്. അപ്പൊ എന്താണ് ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ എന്താണ് എന്റെ ശരീരം അനങ്ങിയാണോ പണിയെടുക്കുന്നത്, ജോലി ചെയ്യുന്നത്? അല്ല. കൂലിപ്പണിക്കാരനൊക്കെ ആണെങ്കിലോ അവർക്ക് എന്താണ് നമ്മൾ കഴിക്കുന്നത് പോലെയുള്ള കുറച്ച് ഫുഡ് കഴിച്ചാലും മതിയാവോ? അവർക്ക് കിട്ടോ എനർജി അതുപോലെ മിനറൽസ് പ്രോട്ടീൻസ് ഒക്കെ എന്താണ് നല്ല രീതിയിൽ എന്താണ് നല്ല രീതിയിൽ പണിയെടുക്കുന്നവരാണല്ലേ കൂലിപ്പണിക്കാര്. അതുപോലെ കൽപ്പണിക്കാരൊക്കെ എന്താണ് നല്ല മല്ലൻ പണിയെടുക്കുന്ന ആൾക്കാരാണ്. അവർക്ക് എന്താണ് കൂടുതൽ എനർജി പണിയെടുക്കുന്നതിലൂടെ വേസ്റ്റ് ആവുന്നുണ്ട് അല്ലെ, ശരീരത്തിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്താണ് നല്ല രീതിയിലുള്ള കഴിക്കുന്നത് അത്യാവശ്യമാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഞാനൊക്കെ കൂടുതൽ ഓവറായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നല്ല രീതിയിലുള്ള ഫാറ്റ് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടാനായിട്ട് സാധ്യതയുണ്ട്. മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി എന്താണ് നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ആവും അല്ലെ? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ. അതുപോലെ തന്നെ പല്ലിനൊക്കെ എന്താണ് നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണക്രമം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിലൂടെ വളർച്ച ഉണ്ടാകുന്നുണ്ട്. പിന്നെന്താണ് നമ്മുടെ മൂഡ് അല്ലെ, മൈൻഡ് ഒക്കെ സെറ്റ് ആവുന്നില്ലേ? ഇപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ടീച്ചർമാരെ പറയുന്നത് കേൾക്കാനായിട്ട് അവര് ശ്രദ്ധയുണ്ടാവില്ല. അതുപോലെ എപ്പോഴും ക്ഷീണമായിരിക്കും അല്ലെ? ഓക്കെ, നമ്മുടെ മൂഡൊക്കെ എന്താണ് സെറ്റ് ആവുന്നുണ്ട്, ഇംപ്രൂവ് ആവുന്നുണ്ട്. പിന്നെ എന്താണ് കാഴ്ചശക്തി കിട്ടുന്നുണ്ട് അല്ലെ? കാഴ്ചശക്തി നമ്മൾ പറഞ്ഞില്ലല്ലോ. എന്താണ് നല്ല രീതിയിലുള്ള ആഹാരം കഴിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് ബെറ്റർ ആയിട്ടുള്ള ഐസൈറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ കുടലിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കുടലിന്റെ ആരോഗ്യങ്ങളൊക്കെ നല്ല രീതിയിൽ വെച്ചാക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യക്രമം പാലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടലിന്റെ വയറിന്റെ അല്ലെ, കുടൽ എന്ന് പറഞ്ഞാൽ എന്താണ് വയറിനുള്ളിലുള്ളതാണ് അല്ലെ, കുടലിന്റെ അത് ശരിയാണ് മാഡം. എന്റെ മകന് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് കുടലിന് ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് പറഞ്ഞു ഡോക്ടർ? നന്നായിട്ട് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു. വെള്ളവും നല്ലോണം കുടിക്കണം, ഭക്ഷണം നല്ലപോലെ രാവിലെ ഭക്ഷണം കഴിക്കുന്ന കുറവായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലേ ഉണ്ടായിട്ട. അങ്ങനെയാ സംഭവിച്ചത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇപ്പൊ കറക്റ്റ് ആയോ? ഓക്കെ ആയോ ആള്? ഇപ്പൊ ഓക്കെ ആയി. പിന്നെന്താണ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് അല്ലെ, പ്രതിരോധ ശക്തി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ നല്ല രീതിയിൽ നമുക്ക് എന്താണ് നല്ല രീതിയിലുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ആരോഗ്യ എന്താണ് ഫുഡ് പാലിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫുഡിന്റെ ക്രമം പാലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരീരഭാരം കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ നിയന്ത്രിക്കാനായിട്ട് അല്ലെ, നല്ല രീതിയിലുള്ള ഒരു ശരീരഭാരം നിയന്ത്രിച്ചു പോവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആയുർദൈർഘ്യം ഉണ്ടാകുന്നുണ്ട് അല്ലെ? ആണോ? ഇതൊക്കെ ഓക്കെ ആണോ നിങ്ങൾക്ക്? അതെ, ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ. ഇനി അൺഹെൽത്തി ഫുഡ്സ് എന്തായിരിക്കും? ജങ്ക് ഫുഡ്. ജങ്ക് ഫുഡ്സ്. പിന്നെ
റോഡ് സൈഡിലൊക്കെ കിട്ടുന്ന ഈ റോഡ് സൈഡിൽ കിട്ടുന്നതിനെ പറയുന്നത് എന്താ? ബേൽപൂരി ഫാസ്റ്റ് ഫുഡ്, ഷുഗറി ഫുഡ്സ്. സ്വീറ്റ്സ്. പിന്നെ അതുപോലെ ലേസ് എണ്ണയിൽ പൊരിച്ചെടുത്ത ഫുഡ്. ഒരാൾ പറയോ? എണ്ണയിൽ പൊരിച്ചെടുത്ത ഫുഡ്. പൊറോട്ട. ഓക്കെ. പിന്നെന്താ? എണ്ണയിൽ പൊരിച്ചെടുത്ത ഫുഡ്. ഒരാള് പറയോ? ജംഷീനയാണോ പറഞ്ഞത്? മാഗി ഈ നമ്മള് പാക്കറ്റ്. ഓക്കെ. പിന്നെ ബേക്കറി ഐറ്റംസ്. ബേക്കറി ഐറ്റംസ് എന്തൊക്കെ വരും ബേക്കറി ഐറ്റംസില്? ബിസ്ക്കറ്റ്, ഈ മൈദയിൽ ഉണ്ടാക്കുന്ന ബിസ്ക്കറ്റ്, മിഠായികള്, ചോക്ലേറ്റ്സ് ഒക്കെ എന്താണ്? അൺഹെൽത്തി ഫുഡ്സ് ആണ്. അതൊക്കെ എന്തുണ്ട് കൂടുതലായിട്ടും? എന്തുണ്ടാവുക? കാലറീസ്. അതുപോലെ പഞ്ചസാരയുടെ അളവ് എന്താണ്? കൂടുതലായിട്ട് ചോക്ലേറ്റ്സ്. അതുമൂലം എന്താണ്? അല്ലെ കഫക്കെട്ട്, അല്ലെ കഫക്കെട്ടൊക്കെ ഉണ്ടാവാനായിട്ട് കുട്ടികൾക്ക് എന്താണ് കൂടുതലായിട്ട്? എന്റെ മോളൊക്കെ രണ്ടാഴ്ചക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കാരണം എന്താ? മിഠായി കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ കളറ്, അതുപോലെ തന്നെ അതിന്റെ പഞ്ചസാരയുടെ അളവ് കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് കഫക്കെട്ടൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നത്. ഇപ്പോ പിന്നെ റോഡുകളും പൊടികളും അതും ഇതും അലർജി അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട് ആൾക്ക്. ഓക്കെ. പിന്നെ എന്തായിരിക്കും? പിന്നെന്തൊക്കെയായിരിക്കും? ലേസ്, അതേപോലെ ആ പാക്കറ്റിൽ കിട്ടുന്ന പാക്കറ്റ് ഫുഡ്സ്. പിന്നെ ജ്യൂസ്, ജ്യൂസുകൾ, പാക്കഡ് ആയിട്ടുള്ള ജ്യൂസുകള്, അതൊക്കെ അതൊക്കെ എന്താ? അൺഹെൽത്തി ഫുഡ്സ് ആണ്. പിന്നെന്തായിരിക്കും? ഓയിലി ഫുഡ്. ഓയിലി ഫുഡ് നമ്മള് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്നിരുന്നാലും എന്താണ്? ഓയിലി ഫുഡ് ഇത്തിരി എന്താണ്? അൺഹെൽത്തി ആയിട്ടുള്ളതാണ് അല്ലെ? കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്താണ്? അവര് ആ എണ്ണയിൽ, വറുത്ത എണ്ണയിൽ തന്നെ ഇട്ടിട്ട് കോരി എടുക്കുന്നതായിരിക്കും. അതൊക്കെ എന്താണ്? നമ്മുടെ ശരീരത്തിന് ദോഷകരമാണ്. പിന്നെന്തായിരിക്കാം? ഐസ്ക്രീം. ഓക്കെ. ഐസ്ക്രീമിൽ എന്താ ഉണ്ടാവുന്നത്? കൂടുതലായിട്ടും പഞ്ചസാരയുടെ അളവ്, അതുപോലെ ആഡ് ചെയ്യുന്നില്ലേ? പലതരത്തിലുള്ള കളർ ആഡ് ചെയ്യുന്നുണ്ട്. നോക്കി വാങ്ങിക്കുന്നത് എന്തായിരിക്കണം? ഡേറ്റ് കഴിയാത്ത ഫ്രൂട്ട്സുകളായിരിക്കണം വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടുപോകേണ്ടത്. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പൊ സോസും മയോണൈസ് ഒക്കെ കൂടുതലായിട്ട് കൂട്ടുന്നുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം അങ്ങനെയൊക്കെ ആയിട്ട് വന്നു. അതുകൊണ്ടാണ് സോസ് മയോണൈസ് ബുദ്ധിമുട്ടാണ്. അതെ, നമ്മളൊന്ന് പുറത്തുപോയി ഒരു ഫ്രഞ്ച് ഫ്രൈസ് മേടിക്കുകയാണെങ്കിൽ അവർക്ക് സോസ് വേണം, മയോണൈസ് വേണം, അങ്ങനെയൊക്കെ. അങ്ങനെയാണ്. നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് കഴിക്കാതിരുന്നാൽ മതി കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള അൺഹെൽത്തി ഫുഡ് കഴിക്കുന്നത് കൊണ്ടുള്ള എന്താണ് ഡിസ്അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ദോഷങ്ങള് ഫാറ്റ് വരും, തടി കൂടും, ഫാറ്റ് കൊഴുപ്പ് കൂടും, അസുഖങ്ങൾ കൂടും. ഇമ്മ്യൂണിറ്റി കുറക്കും, അസുഖങ്ങൾ കൂടുതലായിരിക്കും, അവർക്ക് രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. കുടലിലെ നല്ല ബാക്ടീരിയസ് കുറയുന്നു. എന്താ പറഞ്ഞത് മോളെ? കുടലിലെ നല്ല ബാക്ടീരിയ കുറയും. ബാക്ടീരിയ ഉണ്ടാവും അല്ലെ? കുടൽ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെന്താ? അലർജി, കുഴിമന്തി അതുപോലെയുള്ള വയറിളക്കം, ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ വരാറില്ലേ? വന്നിട്ടുണ്ടോ അങ്ങനെ പുറത്തുനിന്നുള്ള ഫുഡ് കഴിച്ചിട്ട്? ഉണ്ട്. ഷവർമ കഴിച്ചിട്ട് എന്റെ മോന് ഇതുപോലെ വൊമിറ്റിങ്ങും ലൂസ് മോഷനൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ നമ്മളെ കേക്ക് കഴിച്ചിട്ട്, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കഴിച്ചിട്ട് ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു.
അത് അവന്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ കേക്ക് മേടിച്ചപ്പോ അത് കഴിച്ചിട്ട് അന്ന് രാത്രി തന്നെ വൊമിറ്റിംഗ് കൂടി വയറുവേദന എടുത്തിട്ട് അപ്പൊ തന്നെ കൊണ്ടുവന്നു. പിന്നെ അഡ്മിറ്റ് ആക്കി. കേക്ക് കഴിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ കേട്ടോ. ആഹ് കുഴിമന്തിയൊക്കെ കഴിച്ചിട്ട് അത് കേട്ടിട്ടുണ്ട്, പക്ഷെ കേക്ക് ഈ വിപ്പിംഗ് ക്രീം ഡോക്ടർ പറഞ്ഞു അത് വിപ്പിംഗ് ക്രീം ചെറിയ കുട്ടി 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഭയങ്കര കേടാണ്, ഒരിക്കലും കൊടുക്കരുത് പറഞ്ഞിരുന്നു. പൊതുവെ അപ്പൊ പറയാ ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുക. അതാണ് നമ്മുടെ അതെ. കുട്ടികൾക്ക് അല്ലെ ആരോഗ്യകരമായിട്ട് ഇരിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. പക്ഷെ എന്താണ് ഇപ്പൊ അവര് ഏതാ കൂടുതലായിട്ട് കഴിക്കുന്നത്? ഏതാ അതെ, ഫുഡാണ്, ബേക്കറി ഫുഡാണ് അല്ലെ. ബേക്കറി ഫുഡാണ്. അവര് എവിടെങ്കിലും കാണും. പിന്നെ സ്കൂളിലേക്ക് ഇപ്പൊ പോവാൻ തുടങ്ങിയപ്പോ ഫ്രണ്ട്സ് ഓരോരുത്തർ കൊണ്ടുവരുന്നത് കണ്ടിട്ടും അങ്ങനെയൊക്കെ. സ്കൂളില് പക്ഷെ ബേക്കറി ഐറ്റംസ് ടിഫിനായിട്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ വേറെ കുട്ടികൾ കൊണ്ടുവരുന്നത് കാണുമ്പോ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഇവന് ആദ്യമൊക്കെ ടീച്ചർ ഇങ്ങനെ പറയും ബിസ്ക്കറ്റ് കൊടുത്തു വിടരുത്, ചോക്ലേറ്റ് കൊടുത്തു വിടരുത്. അവൻ അതേ കൊണ്ടുപോകുള്ളൂ, വേറെ എന്ത് കൊടുത്താലും അതേപോലെ തിരിച്ചു കൊണ്ടുവരും. പക്ഷെ ഇപ്പൊ കൊറേ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ ഫ്രൂട്ട്സ്, അതേപോലെ ഞാന് ഈ ഗോതമ്പിലൊക്കെ പാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കും. ഉരുളൻകിഴങ്ങും ക്യാരറ്റൊക്കെ വേവിച്ചിട്ട് അതിലിങ്ങനെ പെപ്പറൊക്കെ ഇട്ട് കൊടുക്കും. അത് കഴിച്ചോളൂ അല്ലെ. അപ്പൊ ഇപ്പൊ ഇങ്ങനെ കൊറേ മാറ്റം വന്നിട്ടുണ്ട്. അവരെ ക്ലാസ് ടീച്ചർ അടിപൊളിയാണ്. ഇങ്ങനെ ഫുഡ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊണ്ടുവരുന്നവർക്ക് ടീച്ചർ ഒരു ഷർട്ടിൽ ബാഡ്ജായിട്ട് സ്റ്റാർ കുത്തി കൊടുക്കും. അത് അവർക്കൊരു സന്തോഷമാണ്. അപ്പൊ അത് കിട്ടാൻ വേണ്ടിട്ട് തന്നെ അവര് അത് കഴിക്കും ചെയ്യും, കൊണ്ടുപോവും ചെയ്യും. വീട്ടിൽ വന്നാൽ എനിക്കിന്ന് നാളെ അത് വേണം ഇത് വേണം എന്നൊക്കെ ഇങ്ങനെ പറയും. അതെ, അവനോട് അവന്റെ ഉള്ളിലൂടെയാണ് ഇപ്പൊ ഞാൻ പഠിച്ചു വരുന്നത് ഓരോ കാര്യങ്ങളും. നമ്മളെ അമ്മമാരാകുമ്പോഴാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചു പിടിച്ചു വരുന്നത്. ഓരോ കാര്യങ്ങളാണ് കൂടുതലായിട്ട്. പിന്നെന്തൊക്കെയായിരിക്കാം ദോഷങ്ങൾ വരുന്നത്? മടി, അലസത വരും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്താണ് എന്താണ് ബുദ്ധിപരമായ വളർച്ച നടക്കില്ല. വളർച്ച ഉണ്ടാവില്ല, അലസത, ക്ഷീണം. പിന്നെന്താ കാൽസ്യം കുറയും, നമ്മുടെ പല്ല് പൊഴിയാൻ തുടങ്ങും. പിന്നെ കാൽസ്യം കുറയും. പിന്നെന്താണ് എല്ലുകൾക്കും അതുപോലെ തന്നെ പല്ലുകൾക്കൊക്കെ എന്തുണ്ടാവാം? ബലം കുറയും. എന്തുണ്ടാവും? അറകളല്ലേ. ഇപ്പൊ ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുമ്പോ എന്താണ് പുഴുപ്പല്ല് വരും അല്ലെ. നമ്മുടെ കുഞ്ഞുങ്ങളിലൊക്കെ കാണാറില്ലേ പുഴുപ്പല്ലുകള്? പിന്നെന്താ കിഡ്നി പരാജയം, കിഡ്നി ഫെയിലിയർ വരാറുണ്ട്, ഫാറ്റി ലിവർ വരാറുണ്ട് ഇല്ലേ. അൺഹെൽത്തി ഫുഡ് കഴിക്കുന്നത് കൊണ്ട് പെൺകുട്ടികൾക്ക് മെൻസസ് ഡിസോർഡർ ആയിട്ട് വരാറ്. ഡിസോർഡർ ആയിട്ട് സംഭവിക്കാം. എന്താണ് പിന്നെന്താ കമന്റ് പറഞ്ഞോളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞോളൂ. നമുക്ക് ഇന്ററാക്ട് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കേണ്ടത്. ആർക്കൊരു മടിയും ഒന്നും വേണ്ട. ഓക്കെ, പിന്നെന്തൊക്കെ വരാം? അല്ലെ, ഒരുപാട് കഴിച്ചാലും ബുദ്ധിമുട്ടാണല്ലോ. അഞ്ചു പറഞ്ഞോ, എന്താ പറഞ്ഞത് മോളെ? ഇപ്പൊ പിള്ളേര് കൂടുതലും മറ്റേ KFC പോലത്തെ ചിക്കനും കാര്യങ്ങളൊക്കെ ഒരുപാട് കഴിക്കണത്. അപ്പൊ അതും ശരീരത്തിന് ബുദ്ധിമുട്ടാണല്ലോ. നമ്മുടെ അതുപോലെ കുഴിമന്തി, ബിരിയാണി, അതുപോലെ ഇപ്പൊ പറഞ്ഞില്ലേ എന്താണ് അല്ലെ ബേക്കറി ഐറ്റംസ് ഒക്കെ പൊതുവെ നമ്മൾ എന്താ ഒഴിവാക്കുക. പക്ഷെ എന്താണ് ഇപ്പോഴുള്ള കുട്ടികളൊക്കെ ബേക്കറി ഐറ്റംസ് ആണ് കഴിക്കുന്നത്. വീട്ടിലുള്ള ആഹാരമൊക്കെ അവർക്ക് മടുത്തു അല്ലെ, കഴിക്കില്ല അവര്. നമ്മൾ എന്ത് കൊടുത്താലും കഴിക്കില്ല. അങ്ങനെയുള്ളൊരു ഇതായിട്ട് മാറി. പുറത്തുനിന്നുള്ള ഭക്ഷണമാണ് പിള്ളേർക്ക് കൂടുതലും ഇഷ്ടപ്പെടുന്നത്. പിന്നെന്താണ് പ്രമേഹം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് ഇല്ലേ. പിന്നെന്താണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടും. അപ്പൊ ഇങ്ങനെയുള്ള ദോഷഫലങ്ങളാണ് നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. ക്ലിയർ ആയോ? ഇനി നമ്മള് ഫുഡ് കഴിക്കുമ്പോ ഏതൊക്കെ ടൈമിലാണ് നമ്മൾ കഴിക്കേണ്ടത്? കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ ഏതൊക്കെ ടൈമിലാണ് കഴിക്കേണ്ടത്? ഇതറിയോ എങ്ങനെയാണെന്ന്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും,
പിന്നെ ഒരു കഴിക്കണം നമ്മള്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മളൊരു 7:30 8 മണി ആ ടൈമിൽ ആദ്യം ഞാൻ എന്റെ മോന് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊടുക്കും. ഫസ്റ്റ് വെറും വയറ്റില് ബ്രഷ് ചെയ്ത് വന്നാൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവന് കുറച്ചു നേരം കളിക്കും. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞാൽ അവർക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. 7 മണി to 8 മണിക്കുള്ളിൽ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കും. അപ്പൊ കാലത്ത് തന്നെ ചൂടുവെള്ളം കൊടുക്കുന്നത് നല്ലതാണ്. ചായ ഒക്കെ കൊടുക്കാതെ എന്താണ് ചായയൊക്കെ കുട്ടികൾക്ക് അപ്പൊ അതൊന്നും കൊടുക്കാതെ നല്ല രീതിയിൽ ചൂടുവെള്ളമോ തിളപ്പിച്ചാറ്റിയ വെള്ളമോ എന്തെങ്കിലും കൊടുക്കുക. അതിനുശേഷം ഒരു 7 മണി to 8 മണി ആകുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇനി ഉച്ചയ്ക്ക് എന്ത് കഴിക്കാം? ഉച്ചയ്ക്ക് എത്ര മണിക്ക് കഴിക്കേണ്ടത് ലഞ്ച്? ഉച്ചക്ക് ഒരു 1.5 മണിയുടെ ഉള്ളില് ലഞ്ച് അവന്റെ കഴിക്കല് കഴിയും. അതിന്റെ ഇടയിൽ ഒരു 10-11 മണിക്ക് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ജ്യൂസ് എന്തെങ്കിലും കുടിക്കും. അങ്ങനെ ഒരു 12 മണിയാകുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യാം, ലഞ്ച് കഴിക്കാം. ഓക്കെ. അപ്പോ ലഞ്ച് കഴിക്കേണ്ടത് എത്ര മണിക്കാണ്? 12 മണി, 1 മണിയാകുമ്പോ വരെ. അതിനുള്ളിൽ നമ്മൾ ലഞ്ച് കഴിച്ചിരിക്കണം. പിന്നെന്താണ് ഡിന്നർ? ഡിന്നർ എങ്ങനെ കഴിക്കാം? എത്ര മണിക്കാണ് ഡിന്നർ? 7:30 to 8 മണിയുടെ ഉള്ളില്. സെയിം തന്നെ 7 മണി to 8 മണിക്കുള്ളില് കുട്ടികൾക്ക് ആഹാരം കൊടുക്കണം. നമ്മളും കഴിക്കാം. നല്ല രീതിയിലുള്ളൊരു ആരോഗ്യം നമ്മൾക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഡയറ്റ് പ്ലാനുകൾ കീപ്പ് ചെയ്യണം. 7 മണി to ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് 7 മണി to 8 മണിക്കുള്ളിൽ കഴിക്കാം. അതുപോലെ ലഞ്ച് കഴിക്കേണ്ടത് എങ്ങനെയാണ്? 12 മണി to 1 മണി വരെ. അതിനുള്ളിൽ നമ്മൾ കഴിച്ചിരിക്കണം. അതുപോലെ ഡിന്നർ കഴിക്കേണ്ടതും 7 മണി to 8 മണിക്കുള്ളിൽ. ഇതിനുള്ള എല്ലാവർക്കും നിങ്ങൾ ഫുഡ് കൊടുക്കുക. കുട്ടികൾക്ക് എടുക്കുമ്പോഴും നിങ്ങളും ഫുഡ് കഴിക്കുക. ഓക്കെ, ക്ലിയർ ആയോ? എന്താ നമ്മൾ പഠിച്ചത്? അപ്പോ പാഠത്തില് ചാപ്റ്റർ മിസ് എടുത്തിട്ടില്ല, കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മൾ പഠിച്ചത്. ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ ആണോ? അപ്പോ മിസ് ഒരു ആക്ടിവിറ്റി തരാം നിങ്ങൾക്ക്. നമ്മളിപ്പോ ഡെയിലി റുട്ടീൻ പറഞ്ഞില്ലേ, നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് 7 മണി to 8 മണി വരെ, ലഞ്ച് കഴിക്കേണ്ടത് 12 മണി to 1 മണി വരെ, അതുപോലെ ഡിന്നർ കഴിക്കേണ്ടത് 7 മണി to 8 മണി വരെ എന്ന് പറഞ്ഞില്ലേ. അതുപോലെ നിങ്ങളുടെ ഒരു ദിവസത്തെ ഡെയിലി റുട്ടീൻ പ്രിപ്പയർ ചെയ്തിട്ട് എഴുതി വെക്കുക. ഒരു ബുക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു A4 ഷീറ്റിലോ എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിന് ചെയ്യാം. മനസ്സിലായോ? ക്വസ്റ്റ്യൻ അശ്വതി മാം അത് ഒരാഴ്ചത്തെ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു മാം. ഫുഡ് ചാർട്ട് എന്തൊക്കെ ഒരാഴ്ചത്തെ, ഒരു വീക്ക് അല്ലേ? 1 വീക്കിന്റെ. അതെ അതെ. നമ്മളിപ്പോ ഫുഡായിട്ട് ചെയ്യുമ്പോ ഫുഡിന്റെ ഒരു ചാപ്റ്റർ അളവൻസ് എടുക്കുന്നത്. അപ്പൊ ഒരു ദിവസത്തെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ മിസ്. അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് അത് എല്ലാവരും വായിക്കും. അതില് ടൈമും കൂടി ഇൻക്ലൂഡ് ചെയ്യണോ? നിങ്ങളുടെ ഇഷ്ടത്തിന് ടൈം ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾ എത്ര മണിക്ക് എഴുന്നേറ്റു, എപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഇടനേരങ്ങളിൽ നിങ്ങൾ എന്തൊക്കെയാണ് കഴിച്ചത്, അങ്ങനെ. മനസ്സിലായില്ലേ? വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരച്ചു. നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിന് കിട്ടുന്നിരിക്കും. ക്ലിയർ ആയോ? ഇനി സൈൻ ഔട്ട് ഒന്ന് പറയോ ആരെങ്കിലും? ആരാ പറയാ സൈൻ ഔട്ട്? 5 പറയോ? അജിത പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ മാം? എന്താണ് അജിത? ഒരാളവിടെ ഉണ്ടാകും മിസ്. ആരാ ഒന്ന് പറയാപ്പോ സൈൻ ഔട്ട്? A4 ഷീറ്റിൽ ചെയ്തോളൂ കേട്ടോ. ആക്ടിവിറ്റി അല്ലേ, A4 ഷീറ്റില് 4 സൈഡും വരച്ചിട്ട് ചെയ്യാം. ഓക്കെ, ബോർഡർ ഒക്കെ കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. കേട്ടോ, ഇന്ന് ജിഷ മിസ് ഇല്ലാത്ത കാരണം മിസ് ഇന്ന് കയറിയതാണ്. നമുക്ക് മാഡം A4 ഷീറ്റിൽ എന്റെ അങ്ങനെ ഒന്നുകൂടെ പറഞ്ഞു തരും. അത് മനസ്സിലായില്ല, ക്ലിയർ ആയില്ല. A4 ഷീറ്റില് ആക്ടിവിറ്റി എഴുതാം.
ഒരു ദിവസത്തെ നിങ്ങളുടെ ഡെയിലി റുട്ടീൻ പ്രിപ്പയർ ചെയ്താൽ മതി. മനസ്സിലായോ? ഒരു ദിവസം നിങ്ങൾ ഇത്ര മണിക്ക് എഴുന്നേറ്റു, ഇത്ര മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഇത്ര മണിക്ക് ലഞ്ച് കഴിച്ചു, അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. എന്താണ് ആരെങ്കിലും ഒന്ന് പറയോ? എന്താണ് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് നമ്മൾ എടുത്തത്, നമ്മൾ സംസാരിച്ചത്? പറഞ്ഞോ. മിസ്, എൻ്റെ പേര് അജിത എന്നാണ്. മിസ് ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ബാലൻസ് ഡയറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നല്ല ഫുഡ് കഴിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ചും നല്ല ഫുഡ് കഴിച്ചാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി ശക്തി കിട്ടുമെന്നും മൈൻഡ് സെറ്റ് ആകുമെന്നും രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി കിട്ടുമെന്നൊക്കെ മിസ് പഠിപ്പിച്ചു. പിന്നെ ഓവറായിട്ട് ഫുഡ് കഴിച്ചാൽ ഫാറ്റ് ഉണ്ടാകും, പിന്നെ നമുക്ക് പല പല അസുഖങ്ങളൊക്കെ ഉണ്ടാകും. അൺഹെൽത്തി ഫുഡ് കഴിച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും മിസ് പറഞ്ഞു തന്നു. പിന്നെ ഏതൊക്കെ സമയത്താണ് നമുക്ക് ഫുഡ് കഴിക്കുന്നത്, മോർണിംഗ് ഏത് സമയത്താണ്, ലഞ്ച് ഏത് സമയത്താണ്, അങ്ങനെ മിസ് ടൈം ഒക്കെ പറഞ്ഞു തന്നു. മിസ് ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ച വിഷയങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. നല്ല ക്ലാസ് ആയിരുന്നു മിസ്സിൻ്റെത്. അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. താങ്ക് യു മിസ്. താങ്ക് യു ഫ്രണ്ട്സ്. നമുക്ക് Okay. Thank you, ma'am. Thank you. Thank you, ma'am. 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 ഗ്രൂപ്പിൽ ആഡ് ആക്കിയിട്ടില്ല കേട്ടോ, ഇന്നലെ ആഡ് ആക്കാന്ന് പറഞ്ഞിട്ട്. എടാ, ആ ഗ്രൂപ്പിൽ കയറുന്നത് എങ്ങനെയാണെന്ന് എനിക്ക്